ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നുപോകും. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. ഏതു സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല. ജീവിതത്തില് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിനു വിലയായി നൽകേണ്ടതില്ല. നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. കണ്ണു നിറച്ചും ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോവാതിരിക്കാൻ വേണ്ടി മാത്രം. ഒറ്റക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കിതച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ്. വേദനകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അടുത്തത് നിങ്ങളെ അടിമുടി മാറ്റുന്നത്. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ടു പോകുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിടും. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിന്റെ പരിണത ഫലങ്ങളുമായി ജീവിക്കരുത്. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നില്ല. പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക. ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വടവൃക്ഷം അതിന്റെ വേരുകൾ ആഴത്തിൽ താഴ്ത്തി ശക്തി കണ്ടെത്തുന്നത് പോലെ ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ച മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുക. ഉചിതമായ സമയം വരുന്നതിനായി കാത്തിരിക്കരുത്. ലഭിക്കുന്ന സമയം ഉചിതമാക്കാൻ ശ്രമിക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആത്മാർത്ഥമായി ചെയ്യുക. നാളെ മരണം കടന്നു വരുമോ എന്ന് അറിയില്ലല്ലോ. നിങ്ങളൊരു വിജയിയോ പരാജിതനോ ആയിട്ടല്ല ജനിച്ചത്. എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ. എന്നാൽ അംഗീകരിക്കാത്തവർക്ക് മുന്നിൽ തല ഉയർത്തി പിടിച്ചു തന്നെ നിൽക്കണം. മൗനമായി നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കും എന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. എന്നാൽ സത്യം വിശ്വസിക്കാൻ തെളിവുകൾ വേണ്ടിവരും. ഇതാണ് ലോകം. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായവും സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തീരാ ദുഃഖമാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. ജീവിതം ചെറുതാണ്, സമയം പരിമിതമാണ്. അതിനാൽ ആളുകളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. പലപ്പോഴും ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല.
നിങ്ങൾക്കാവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രതിരൂപം ആകണം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാകുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. നിങ്ങൾ വിജയത്തിനെ പിന്തുടരുമ്പോൾ ക്ഷമയോടെ ഇരിക്കുക. വിജയത്തിന് കുറുക്കുവഴികൾ ഇല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും. ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും, ഒരു നാക്കു മതി വളർത്താനും തളർത്താനും. രണ്ടു മനുഷ്യർ തമ്മിൽ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. അതിനു വേണ്ടത് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ്. ഒന്നിലും അതിരുകടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്ര കൊത്തുന്ന സമൂഹമാണ് നമ്മുടേത്. വെറുപ്പ്, കോപം, സൗഹൃദം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. വിജയമെന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. തുടക്കത്തിലെ അടുപ്പം കണ്ട് ആരെയും പ്രിയപ്പെട്ടവരാക്കരുത്. തുടക്കത്തിൽ എല്ലാത്തിനോടും കൗതുകം തോന്നുന്ന ഒരു പിഞ്ചു മനസ്സാണ് മനുഷ്യന്റേത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം, പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം.